എല്ലുമൊന്ന് മാറ്റിയെടുക്കും. പൊടി, ചിക്കൻ മസാല, ഉപ്പ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ ഒന്ന് വാഷ് ചെയ്തെടുക്കുക. ചിക്കൻ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതിനുള്ളിലേക്ക് ഒരു പാത്രമാക്കി വെച്ച് കൊടുക്കുക. അതിനെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. മൂടി വെക്കുക. ചിക്കന് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അടച്ച് വയ്ക്കും. നമുക്ക് തുറന്നു നോക്കാം. ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇറക്കാം. ബാക്കി ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ ആക്കും. വേവിച്ച് ചിക്കൻ വെച്ച് കൊടുക്കുക. നമുക്കിത് എല്ല് വേറെ മീറ്റ് വേറെ ആക്കണം. ഈ മീറ്റ് എല്ലുമൊന്ന് മാറ്റിയെടുക്കുക. ഓ ഇത് ഉപ്പുമില്ല, മഞ്ഞളുമില്ല, ഒന്നുമില്ല. ചിക്കൻ വെറുതെ വേവിച്ചാണ്. ഒന്ന് കഴിച്ച് നോക്കിയത് അവിടുത്തെ ശരിയല്ലേ? നമ്മൾ എല്ലും ഇറച്ചിയും വേറെ ആക്കിയിട്ടുണ്ട്. നമുക്കിത് മാക്സിമം എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്രയും ഇങ്ങനെ പിച്ച് ചെറുതാക്കുക. അല്ലെങ്കിൽ കത്തി കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കുക. കുറേശ്ശെ ഇട്ട് കട്ട് ചെയ്യുക. നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നത് കട്ട് ചെയ്യുക. കൈയിട്ട് പിച്ചാൻ പറ്റുന്നവർ കൈയിട്ട് പിച്ചുക. ഇതൊരു പാത്രത്തേക്ക് ആക്കുക. നമുക്ക് മസാല ആഡ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, കുറച്ച് ഉപ്പ്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. ഒരു 10 മുട്ട എടുക്കണം. ഉപ്പ്, ചിക്കൻ മസാല, മുളക് പൊടി, കുറച്ച് മഞ്ഞൾ. നന്നായി മിക്സ് ചെയ്യുക. ബട്ടർ ഇട്ട് കൊടുക്കുക. നമുക്ക് കോഴിമുട്ട കലക്കിയത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. മസാല തേച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കുക.
ചെറുതായിട്ട് തീയൊന്ന് കൂട്ടിയൊക്കെ ജസ്റ്റ് ഒന്ന് കരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാത്രത്തേക്ക് മാറ്റാം. ഇനി നമ്മൾ ചീസായിട്ട് അതിട്ട് ഉണ്ടാക്കുന്നത്, അത് മറ്റൊരു ചീസ് ഇല്ലാതെ ഉണ്ടാക്കി നമുക്ക് ചീസ് ഇട്ടിട്ടൊന്ന് ചെയ്ത് നോക്കാം. ടൊമാറ്റോ വെച്ച് കൊടുക്കുക. ചിക്കൻ ഇട്ട് കൊടുക്കുക. ചീസ് വെച്ച് കൊടുക്കുക. കോട്ടങ്ങനെ വെച്ച് കൊടുക്കുക. കാലടിയോ ഇങ്ങനെ മറിക്കാൻ ഏറ്റവും ബെറ്റർ. പാത്രത്തിലോട്ട് ആക്കുക. ബട്ടർ ഇട്ട് കൊടുക്കുക. ടൊമാറ്റോ ഇട്ട് കൊടുക്കുക. ഇത് നേരെ തിരിച്ചിടുക. ഇനി അടച്ചു വെച്ച് ചീസ് ഓംലേറ്റ് നമുക്കൊന്ന് പാത്രത്തിലേക്ക് ആക്കാം. നമ്മളിത് ചീസ് ഇല്ലാതെ ഉണ്ടാക്കിയതാണ്. ഒന്ന് കട്ട് ചെയ്ത് നോക്കുക. ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നമ്മൾ ചീസ് വെച്ചുണ്ടാക്കി ഓംലേറ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല ചൂടുണ്ട്. ഓ ഒന്ന് പൊളിച്ചു നോക്കാം ഇതിനുള്ളിലെ അവസ്ഥ. ചീസ് നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്. നല്ല ചൂടുണ്ട് കൈസ്. ഒന്ന് കഴിച്ചു നോക്കാം. അടിപൊളിയായിട്ട് ഗൈസ്, രക്ഷയില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്. ചീസ് നിങ്ങൾക്ക് ഒന്നുകൂടെ സ്ലൈസ് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ രണ്ടുമൂന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ സവാള തക്കാളി അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടെങ്കിൽ ഇടാം. പക്ഷേ ഇങ്ങനെ കഴിക്കണം ഒന്നുകൂടെ പറ്റും. ചീസ് ഇമ്പോർട്ടൻ്റ് ആണ്. ചീസ് ഉള്ളതാണ് സൂപ്പർ. ചീസാണ് ഇതൊക്കെ. ചീസ്, ചിക്കൻ, ഓംലേറ്റ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ. അപ്പോൾ ലൈക്ക് ചെയ്താൽ ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.